സോണിയാഗാന്ധിയുടെ ഓഫീസിലേക്ക് നീങ്ങണം എന്നതാണ് ബിജെപിയുടെ ആവശ്യം. പ്രിയങ്ക വധേരയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ വീടുകളിലേക്കും ഓഫീസിലേക്കും ഈ അന്വേഷണം എത്തണം. കാരണം ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെയൊക്കെ പോയിട്ടുണ്ട്. സാധാരണ ഒരു പ്രതി ഇത്തരം സ്ഥലങ്ങളിൽ പോയാൽ അതെന്തിനു പോയി എന്ന് അന്വേഷിക്കണമല്ലോ. അന്വേഷണ പരിധിയിൽ പ്രിയങ്ക വധേരയുടെയും സോണിയാഗാന്ധിയുടെ ഓഫീസിനെയും പെടുത്തണം എന്നുള്ളതാണ് ബിജെപി മുമ്പോട്ട് വെക്കുന്ന ആവശ്യം. അന്വേഷിക്കട്ടെ, എന്തിനാണ് കണ്ടത് എന്ന് പുറത്തു വരട്ടെ, എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് കൊണ്ടുപോയത് എന്ന് സത്യം പുറത്തു വരട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ഈ അന്വേഷണ പരിധിയിൽ അവർ കൂടെ ഉൾപ്പെടണം എന്ന ആവശ്യം ബിജെപി മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നതും അടൂർ പ്രകാശ് പറയുന്നതും ഇതിൽ അസ്വാഭാവികതയൊന്നുമല്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ അപ്പോയിന്റ്മെന്റ് എടുത്താൽ ആർക്കും പോയി കാണാൻ പറ്റുമെന്നാണ്. പുറത്തു വരട്ടെ, അങ്ങനെ ആർക്കും പോയി കാണാവുന്ന ഒരാളാണ് SPG സംരക്ഷണമുള്ള സോണിയാഗാന്ധിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരൊന്നുമല്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരുന്നാണ് അവസാനം K. കരുണാകരൻ കോൺഗ്രസ് കിട്ടാഞ്ഞിട്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കിട്ടാത്ത അപ്പോയിന്റ്മെന്റ് ശശി തരൂരിന് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല സോണിയാഗാന്ധി കാണാൻ. അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത സോണിയാഗാന്ധിയുടെ SPG സംരക്ഷണമുള്ള വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ഷേഡി ക്യാരറ്റിന് അനുമതി കിട്ടിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സ്വാഭാവികമാകും?